$8 പീസിന്. അപ്പൊ നമ്മള് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോന്റെ തുടർച്ചയാണ്. ഇപ്പൊ നമ്മളുള്ളത് മഹാരാഷ്ട്രയിലെ ഏത് സ്ഥലം ഇത്? ഏതാ സ്ഥലം അറിയില്ല. ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഇതിലൊക്കെ വാങ്ങി. രത്നഗിരിയിലാണ് നമ്മളുള്ളത്. ജനറൽ ഡബ്ബ ഒന്ന് കാണിച്ചു. അതിലൊന്ന് കയറി വന്നോ. കയറിയോ? कितना? 20 रुपए एक ही का? एक ही 20 का 20 का? 50 की काकड़ी कशी आहे? 20 रुपये कशी എന്താ വാങ്ങി? 8 പീസിന് എത്ര പോലെ? ഇതറിയ 8 പീസിന് 50 രൂപ. 100 എടുത്ത് ബാക്കിയൊന്നും. ജനറൽ ഡബ്ബ പോയി. ട്രെയിനില് കയറുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന യൂഷ്വൽ കാഴ്ചകളാട്ടോ ഇപ്പൊ നിങ്ങൾ കാണാൻ പോണത്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞു. ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്രകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതായത് കേരളത്തിൽ പോകുമ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടൂലേ. ഇത് നമ്മളെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. കുറച്ച് 199 റുപ്യ കാശ്മീരത്താ, 299 കാശ്മീരത്താ. ആ 199 അതായത് ഇപ്പൊ നമ്മൾ ഈ പോകുന്ന ട്രെയിനിൽ വലിയ തിരക്കില്ല. പക്ഷെ എന്നാലും കാണിച്ചുതരാം. കമോൺ. ഇപ്പൊ നമ്മൾ ഈ ആളുകള് ഈ ഓടിയ സംഭവം ഇതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ആണ് റെയിൽവേയില് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം. നമ്മള് ടിക്കറ്റ് എടുത്ത് വന്നിരുന്നു. അപ്പൊ നാസിമ് പെട്ടെന്ന് ഉണ്ടായ പ്ലാനാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ കൂടെ ഗ്രൂപ്പ് ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മളെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനത്തിലെത്തുകയും നമ്മള് യാത്ര പുറപ്പെട്ടു കോഴിക്കോട്. അപ്പൊ നമ്മൾ ടി എന്ത് ചെയ്തു? നമുക്കിത് ഫൈൻ ഇട്ടത്. അതായത് 3000 രൂപ ഡൽഹി വരെ 3050 രൂപയാണ് ഫൈൻ വരിക. ഫൈനും ഇതൊക്കെ പാടെ കൂട്ടിട്ട് അത് നമുക്ക് എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ ടി നല്ല നമ്മൾ സംസാരിച്ച് ഡീൽ ചെയ്തുകൊണ്ട് വേണു സാറ് നമുക്ക് അവിടുന്ന് പരിചയപ്പെട്ട് നല്ലൊരു ഡീലിംഗിൽ എത്തിയത് കൊണ്ട് നമുക്ക് ഗോവയിലെ തെവിയും വരെ നമുക്ക് സീറ്റ് വന്നു. പിന്നെ അതിനുശേഷം നമുക്ക് സീറ്റില്ല. അപ്പൊ നമ്മൾ ടിമാരുടെ ഈ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളൊരു ഫൈനാൻസോടെ നമുക്ക് ഈ ട്രെയിനിന്റെ ലാസ്റ്റ് സ്റ്റേഷൻ വരെ നമുക്ക് കനാലിലെ ഫൈൻ ഇത് എടുത്തിട്ടുണ്ട്, ആഗ്ര വരെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഉറങ്ങുമ്പോഴോ തൊയ്യാൻ തരില്ല. അതുപോലെ സംഭവം ജോലിയാണ്. സംഭവം ജോലിയാണ്, ഭയങ്കര ബോറാക്കും. അത് നമ്മളെ വിളിച്ചുകൊണ്ടൊക്കെ പോയിട്ട് അച്ഛൻ പറയാൻ പറ്റില്ല പോട്ടെ. അപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് തന്നെ യാത്ര ചെയ്യും. ഇതിപ്പോ നമ്മള്
ഇപ്പൊ നമ്മള് ടോട്ടൽ 26 ആൾക്കാരുണ്ട്. അതിനെല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട് നാസിമിന് ഒഴികെ. ഇപ്പൊ നാസിം എന്ത് ചെയ്തു, ഇത് നമ്മൾ ഫൈൻ അടിച്ചിട്ട് പോവാണ്. ഇങ്ങനെ നമ്മൾ എല്ലാ സമയത്തും നമ്മളെ കൂടെ അഡീഷണൽ ടിക്കറ്റ് വരാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യലുണ്ട്. പക്ഷെ അത് നമുക്ക് ലാസ്റ്റ് മൊമെന്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇനി ഇതല്ലെങ്കിൽ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അത് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ ആ പൈസ നമ്മള് ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടറിൽ ആ ടിക്കറ്റ് കൊണ്ട് യാത്ര ചെയ്യാം. ഇനി നമുക്ക് ആ കൗണ്ടർ ടിക്കറ്റ് എടുത്തു നമുക്ക് യാത്ര ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ആ കൗണ്ടറിൽ തന്നെ ആ ടിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റീഫണ്ടും കിട്ടും. ഓക്കെ, അപ്പോ ടിക്കറ്റ് എന്ത് ചെയ്യാം, ഇപ്പൊ നിലവിൽ ഭയങ്കര സീസണാണ്. അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ഓക്കെ, ഈ ബാക്കി കാഴ്ചകൾ കാണാം. പോണേ ഞാൻ കശ്മീർ, ഡൽഹി, അറിയില്ലേ എവിടെത്തി? അങ്ങനെ പറേ, എനിക്കറിയില്ലേ. എന്റെ പേരെന്താ? ചിഞ്ചു. ചിഞ്ചോ. അല്ലാത്ത പേരെന്താ? സഹ്റേ. സഹ്റ ഷൗക്കത്താ. ഇവളെ പേരെന്താ? സയ. എന്റെ പേരെന്താ? എത്ര പഠിക്കണേ? UKG-ലോ? എങ്ങോട്ട് പോണിച്ചിപ്പോ? അല്ലേ ഇപ്പൊ എങ്ങോട്ടാ പോണത്? അറിയില്ലേ? ഇതാരാ? ഇയാളെ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിനെ വരില്ല സത്യത്തില്. മമ്മൂട്ടിക്ക് എന്താ മമ്മൂട്ടിയല്ല, മരപ്പട്ടയാണ്. എന്താ പാട്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വയസ്സിനെ അപേക്ഷിച്ച് വയസ്സാകുമ്പോളേ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ജനറൽ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. സെറ്റാ, കുഴപ്പമൊന്നുമില്ല. നേരെ ഇപ്പോ മഹാരാഷ്ട്രയിലൂടെയാണ് സുഹൃത്തുക്കളെ പോയിരുന്നത്. അരവൽ റോഡ് എത്തി. അരവൽ റോഡ് അവിടെ പറയൂ, എന്താ അവസ്ഥ? ഇതുവരെ കുഴപ്പമില്ല സാറാ. ഇനി പോകാണ്ട്. അപ്പൊ നമ്മളിപ്പോ അതെ തുടങ്ങിയിട്ടുള്ളൂ സംഭവം. നമ്മള് യാത്രയിൽ ഭക്ഷണമാണ് സുഹൃത്തുക്കളെ എപ്പോഴത്. അപ്പൊ പന്മയിലെത്തുമ്പോ ഫുഡ് ഇട്ടാണ്ട് അപ്പൊ കാണിച്ചു. ഞങ്ങള് റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ആളുകളുടെ ഷെൽട്ടേഴ്സ് ആണ്. ഇവിടെയുള്ള അവിടെ കുറെ പെണ്ണുങ്ങളിരിക്കുന്നു. ക്യാമറ കൊണ്ട് കൊണ്ടുപോകില്ല. അവർക്ക് ഡ്രസ്സ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ എത്തി. ഇവിടെ ചിപ്പിളിനെത്തി. ചിപ്പിളിൻ മഹാരാഷ്ട്രയിലാണ്. നാസിമിനെ ഇപ്പൊ വിളിച്ചിറക്കിയതാണ്. ഞാൻ അപ്പുറത്തെ പോകിയിലാണ്. നമ്മള് വടാപ്പാവ് കഴിച്ചു. ₹30 രണ്ടെണ്ണം. അത് നമ്മള് പാവപ്പെട്ടവന്റെ ബർഗർ. പാവപ്പെട്ടവന്റെ ബർഗർ സമോസ അവിടെ ഉണ്ടാക്കണോ? കട്ട് ചെയ്യാതെ അങ്ങനെ കാണിച്ചിട്ടോ. ഇത് സംഭവേ ഇതാണ് പാവ്. പാവുണ്ടോ? പാവ് ഉണ്ടായിക്കൊണ്ടിരിക്കാണ്. ചൂടുണ്ട്. വ്ലോഗ് വ്ലോഗ് പക്ക മൈദ ഇടോ. ബാത്റൂം വടാപ്പാവ്. ഇത് തിന്നണേ കാണിച്ചോ. ഇങ്ങോട്ട് നല്ല ചൂടുണ്ട്. നമ്മളെടുത്ത വീഡിയോ ഒക്കെ നമുക്ക് എല്ലാം പൊള്ളിക്കണ്. കണ്ടോ? അത്
നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം വാങ്ങി കഴിക്കാം. അല്ലെങ്കിൽ ആ മുൻപ് ട്രെയിനോട് എടുക്കാനേക്കണേ. അപ്പൊ അതിന്റെ പൊടി ഇടണോ? ഇതെന്താ? എന്താ വടാപ്പാവ്? ഇതാ പൊരിച്ച സാധനമാണ്. നോക്കാം. ഇപ്പൊ രസമുണ്ട്, നല്ലോണം വിശപ്പുണ്ടാവുകൊണ്ട്. ഞാൻ ഈ വടാപ്പാവ് അധികം വാങ്ങി കഴിക്കല്ല. ഇതിപ്പോ ലൈവായിട്ട് ഉണ്ടാക്കണ കണ്ടുകൊണ്ട് വാങ്ങിയതാണ്. പുറത്തുള്ള ആൾക്കാർ കൊണ്ടുവന്ന് കൊണ്ടുവന്നേരും. അത് ഭയങ്കര വൃത്തിയില്ലാത്ത സാധനങ്ങളായിരുന്നു. പാവപ്പെട്ടവന്റെ ബർഗർ. ഇതാണ് വടാപ്പാവ് ഉണ്ടാക്കുന്ന വിധം. शकल नहीं ये क्या वो क्या कर रहा हूँ? आलू കിഴങ്ങാണ് എടുക്കുന്നത്. കിഴങ്ങ് ഇതാക്കിട്ട് അപ്പൊ ഇങ്ങനെയാണ് വടാപ്പാവ് ഉണ്ടാക്കുക. ഓക്കെ, വിശപ്പാണ് മെയിൻ. നല്ല ചൂടുണ്ട് ഇവിടെ. വെള്ളം കിട്ടിയോ? മുംബൈയിലെത്തി, നമ്മള് പൻബയിലെത്തി മലയാളി ഫുഡ് കിട്ടി. ഞാൻ പ്ലാറ്റ്ഫോമിലെ പുറത്ത് ഇറങ്ങിയ മലയാളി ഫുഡ് കിട്ടും. നമ്മൾ മുംബൈയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഡേഞ്ചർ കയറ്റട്ടെ ഈ ആളുകൾ കയറണത് നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്ന് സൂക്ഷിക്കട്ടെ, ഇതിനൊന്നും അങ്ങനെ കയറരുത്. അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. അപ്പോൾ നമുക്ക് കിട്ടിയ ഫുഡ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതായത് മുംബൈ പൻവേലെത്തുമ്പോഴേ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് കഴിഞ്ഞാൽ കിട്ടും. പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഓൺലൈൻ നിങ്ങൾക്ക് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് വോയിസ് ഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ തരാം. അവിടെ ചേച്ചി ഉണ്ട്, ആ ചേച്ചി ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും. ഓക്കെ, 120 ആണ് ചേച്ചിൻ്റെ അടുത്ത് വാങ്ങാം. നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിൽ 100 രൂപ കിട്ടും. പക്ഷെ മറ്റാകുമ്പോൾ പ്ലേറ്റും കാര്യങ്ങളും നമ്മളെ സീറ്റിലേക്ക് കൊണ്ടുവന്നു തരും ചെയ്യും. ഓക്കെ, ഇഗത്പുരി എന്ന സ്റ്റേഷനിലുള്ളത് നമ്മളെ കോച്ചിൽ ഇവരെ കയറ്റുന്നില്ല. ഇത് ജനറലാണ്. ഇവിടുന്ന് ഇങ്ങനെ സ്ലീപ്പർക്ക് വന്നതാണ്. ഓക്കെ, അപ്പൊ മധ്യപ്രദേശിലാണ്. പോയി തൊടാ പീച്ച് കയറോ. പോലീസ് വന്നു. അപ്പളേ ഇഗത്പുരിയുണ്ടോ? എപ്പോ ട്രാവൽ ചെയ്യണമെങ്കിലും കൺഫേം ടിക്കറ്റോട് കൂടി മാത്രമേ യാത്ര ചെയ്യൂ. ഓക്കെ, 7 നേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ നാസിക്കിലെത്തി. ഇവിടെയും ഉള്ള സ്പെഷ്യൽ ഇതാണ് സുഹൃത്തുക്കളെ, വടാപ്പാവ് സമൂസ. ഇതിനോട് സ്പെഷ്യൽ സാധനമാണ് ഈ നമ്മളെ സാധാ മുളക് എന്ത് ചെയ്യും പൊരിക്കും. രസമാണ്. സംഭവം നല്ല ചൂടുണ്ടോ. നമ്മൾ AC ഇറങ്ങിയോണ്ടല്ല, ചൂടുണ്ട്. കാരണം ഒരു വിങ്ങല് കാലാവസ്ഥയാണ്. നമ്മളെ നാട്ടിലത്തെ ക്ലൈമറ്റ് ഇവിടെ നോക്കുമ്പോ വിയർക്കാതെ ഒരു ഭയങ്കര ഒരു കുളിരിന് അങ്ങനത്തെ ക്ലൈമറ്റാണ്. ഇത് അങ്ങനത്തെ ആൾക്കാരെ ഇവിടെ കാണാനും പറ്റും. അല്ല, ആ ചേച്ചിനെ ഇന്നും ഞാൻ ട്രെയിനിൽ പോകുമ്പോ കാണലുണ്ട്. അപ്പൊ നമ്മളിപ്പോഴൊക്കെ ഉള്ളത് മധ്യപ്രദേശിലാണ്. നാസികല്ലേ എത്തിയപ്പോ? നാസിക് മധ്യപ്രദേശ് അല്ലല്ലോ, മഹാരാഷ്ട്രയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഓക്കെ, നമ്മൾ നേരെ ഇനി പോവാം. അങ്ങനെ രണ്ടാമത്തെ ദിവസം രാത്രി 7:35 ആയിട്ടോ. കുറച്ച് കുട്ടികളോട് എന്തൊക്കെ വെച്ചോണ്ടിട്ടുണ്ട്. ഹായ് ഹായ് അസ്ദോ ഇനി കുറച്ച് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. എങ്ങനെ അറിയോ,
IRCTC ആപ്പ് ഫോണിൽ തുറക്കി. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറക്കി, അപ്പോൾ പറഞ്ഞുതരാം. തുറന്നോ? IRCTCൻ്റെ മൊബൈൽ ആപ്പിലേ തുറക്കി. അത് തുറന്നിട്ട് അതിൽ ഫുഡ് ഓർഡർ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് 1, 2, 3, 4ാമത്തെ ഓപ്ഷൻ ഉണ്ടാവും. ആപ്പിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അതായത് അതിൽ ഓർഡർ ഫുഡ് ആൻഡ് ട്രെയിൻ എന്ന ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ PNR നമ്പർ ടിക്കറ്റിൻ്റെ അത് കൊടുക്കുക, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഫുഡ് നിങ്ങൾ PNR കൊടുക്കുമ്പോൾ നിങ്ങൾ സീറ്റ് നമ്പറും നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് വരും. പിന്നെ നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യാം. പിസ്സ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യാം. വൃത്തി നീറ്റ് ആൻഡ് ക്ലീനുള്ള സംഭവങ്ങൾ ഓർഡർ ചെയ്യാം. അത് നമുക്ക് എങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലില്ലേ അതിൻ്റെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് കാണാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യാം. ഫുഡ് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആകെ പെടും. കാരണം പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൽ നേരം വൈകിയാലോ ഡിലേ ആയി, അതേപോലെ തന്നെ നേരത്തല്ല ഒരു നേരം വൈകി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടും. അപ്പോൾ അതിലേറെ ബെറ്റർ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക. 700 രൂപേൻ്റെ ഉള്ളിലുള്ള പേയ്മെൻറ്റിനാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മളെ ഫുഡൊക്കെ വരാണ്ട് കുറച്ച് പോത്തമ്മ ചെക്കൻ കൊണ്ടുവന്നു. നമ്മൾ ചേച്ചിയാണ്. ചേച്ചി ഫ്രം തൃശ്ശൂർ. പിന്നെ നമ്മളെ ചെക്കന് ഐസർ മൊഹാലി, ആസിഫ്, മിഥുല ചേച്ചി. ബാക്കിൽ വേറെ ആൾക്കാർ. അടുത്ത യാത്രയിലും കാണട്ടെ. വണ്ടിയിലുള്ള ആൾക്കാർ ഇവരെപ്പോഴും വണ്ടിയിലുള്ള പാലക്കാട്. അപ്പൊ നമ്മള് പിസ്സ ഓർഡർ ചെയ്തിരുന്നു. പിസ്സ എത്തി. അതിന്റെ ബില്ല് ഓൺലൈൻ ഓർഡർ ചെയ്യേണ്ട കാര്യം പറഞ്ഞല്ലേ, നമ്മൾ കഴിക്കുന്നതാണ്. അപ്പൊ നമ്മള് ഇതിലേക്ക് മെല്ലെ ഇങ്ങനെ ആദ്യം തൊട്ടേ കൂടെ വന്ന് ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഒറിഗാനോ സീസണിങ്. ഇപ്പം ഫുഡ് ടെക്നോളജി ആൻഡ് ന്യൂട്രീഷൻ പഠിച്ചാണ്, അതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്. നമ്മളിങ്ങനെ ഇപ്പൊ നിങ്ങളിങ്ങനെ തോന്നുന്നുണ്ടാവും ഈ ചങ്ങായി ട്രെയിനിൽ കയറിയ മുതലേ തിന്നാണ്. വിഷമെന്താ കാട്ട, വിഷമല്ലേ? എന്താ സാധനം പറഞ്ഞു? ഇത് എന്താണ് ആ സാധനം? ചിക്കൻ സോസേജ്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ കടന്നുറങ്ങും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളെ നാളെ മുതലത്തെ കാഴ്ചകൾ കാണാം. താജ്മഹലും ആഗ്ര ഫോട്ടോ കാണുന്ന സാധനങ്ങൾ. നമുക്ക് എല്ലാ ദിവസവും സബ്സ്ക്രൈബ് ചെയ്യും.